വളരെ പെട്ടെന്ന് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്ന ചില ആളുകളുണ്ട്. ഇത്തരക്കാരിൽ പലരും ഏറെ വൈകാരികമായി പ്രതികരിക്കുന്നവരാണ്. എന്നാൽ വികാരങ്ങളെയും ദേഷ്യത്തെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സ്വന്തം ജീവിതത്തിൽ പോലും അപകടം വരുത്തിവെക്കാം. തിരുവനന്തപുരം വെമ്പായത്ത് ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ അനീഷിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ബാറിലുണ്ടായിരുന്നവരുമായി പ്രശ്നമുണ്ടായ ശേഷമാണ് യുവാവ് പുറത്തുപോയി പെട്രോളുമായി എത്തി കൂട്ടാക്രമണം നടത്തിയത്. സംഭവത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന പ്രതി അനീഷും ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ഇതോടെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 2 രാത്രി വെമ്പായത്തെ ശ്രീവത്സം ബാറിൽ മദ്യപിക്കുന്നതിനിടെ 2 സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇതിനിടെ തേക്കട സ്വദേശിയായ നവാസ് അനീഷിന്റെ മുഖത്തടിച്ചു. ഇതിൽ പ്രകോപിതനായി പുറത്തുപോയ അനീഷ് അരമണിക്കൂറിനു ശേഷം കന്നാസിൽ പെട്രോളുമായി തിരിച്ചെത്തി നവാസിനും സംഘത്തിനും നേരെ ഒഴിക്കുകയായിരുന്നു. തുടർന്നുണ്ടായ പിടിവലിക്കിടെ ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തിയപ്പോൾ അനീഷിന്റെ ശരീരത്തിലേക്കും തീ പടരുകയായിരുന്നു. സംഭവത്തിൽ 80% പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന തേക്കട സ്വദേശി നവാസ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ പൊള്ളലേറ്റ അനീഷിന്റെയും മരണം. ആക്രമണത്തിൽ പൊള്ളലേറ്റ അരുൺ, നൌഫൽ, റിയാസ്, ഷാം എന്നിവർ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗങ്ങളിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവം നടക്കുന്ന സമയത്ത് 30ഓളം പേർ ബാറിനുള്ളിൽ ഉണ്ടായിരുന്നു. തീ പടർന്നതോടെ ബാറിലുണ്ടായിരുന്നവർ പരിഭ്രാന്തരായി പുറത്തേക്കോടി. AC ബാറിനകത്തുണ്ടായിരുന്ന മേശ, കസേര, AC, ഫാൻ തുടങ്ങിയവ പൂർണ്ണമായും കത്തിനശിച്ചു. കേസിലെ ഏക പ്രതിയായ അനീഷും മരിച്ചതോടെ വെഞ്ഞാറമൂട് പോലീസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി കേസ് അവസാനിപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.